ദേശാധിപനായ ഏറ്റുമാനൂരപ്പന് ഉത്സവത്തിനായി കടപ്പൂര് നിവാസികളുടെ നേതൃത്വത്തിലുള്ള കുലവാഴ കരിക്കിൻ കുല സമർപ്പണം ഫെബ്രുവരി 17 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലങ്ങളായി കടപ്പൂര് നിവാസികൾ അവരവരുടെ വീടുകളിൽ നട്ടുവളർത്തിയ കുലവാഴ, കരിക്കിൻ കുല, കരിമ്പ് തുടങ്ങിയ കാർഷിക വിഭവങ്ങളുമായി രഥഘോഷയാത്രയായി എത്തി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്സവ കൊടിയേറ്റായ 18-ന് തലേദിവസം 17-ന് ദീപാരാധന സമയത്ത് ഏറ്റുമാനൂരപ്പന്റെ സന്നിധിയിൽ സമർപ്പിക്കും. തുടർന്ന് ഉത്സവം നടത്തിപ്പിനുള്ള ആദ്യ കാണിക്കയർപ്പിച്ച് വിളിച്ചുവരുത്തി ചൊല്ലി പ്രായശ്ചിത്തം നടത്തി അടുത്ത വർഷത്തേക്കുള്ള അനുജ്ഞയും വാങ്ങി മടങ്ങും. 17-ന് വൈകുന്നേരം 3-ന് കടപ്പൂര് ദേവി സന്നിധിയിൽ യാത്ര ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ ഉദ്ഘാടനം ചെയ്യും. കടപ്പൂര് ദേവീക്ഷേത്രം പ്രസിഡന്റ് KR ശശികുമാരൻ നായർ അധ്യക്ഷത വഹിക്കും. ക്ഷേത്ര അധികാരി ഡോക്ടർ MJM നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും മഹാദേവ ക്ഷേത്രം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S അഭിലാഷ് മുഖ്യ പ്രഭാഷണവും നടത്തും. മേൽശാന്തി ബിജു നാരായണൻ നമ്പൂതിരി രഥം ഭദ്രദീപം തെളിയിക്കൽ നിർവഹിക്കും. വയല, ഞരളപ്പുഴ, വെമ്പള്ളി, കളത്തൂര്, കാണക്കാരി, വാറ്റുപുര, വള്ളിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ഘോഷയാത്രകൾ വൈകുന്നേരം 4-ന് സമർപ്പണ ഘോഷയാത്രയായി പുറപ്പെടും. തവളക്കുഴയിൽ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. ഇവിടെ നിന്നും ആരംഭിക്കുന്ന വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ കുലവാഴയും കരിക്കിൻ കുലകളും മന്ത്രി VN വാസവൻ ഏറ്റുവാങ്ങും. വാർത്താ സമ്മേളനത്തിൽ കടപ്പൂര് ദേവീക്ഷേത്രം പ്രസിഡന്റ് ശശികുമാരൻ നായർ, സെക്രട്ടറി മനോജ് കൃഷ്ണൻ, ദീപു മോഹൻ, TT ശശികുമാർ, AV അശോകൻ, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് PK രാജൻ, സെക്രട്ടറി മഹേഷ് രാഘവൻ, NSS മീനച്ചിൽ മേഖലാ കൺവീനർ KN ശ്രീകുമാർ, ആഘോഷ സമിതി മീഡിയ കൺവീനർ രാഹുൽ രവികുമാർ എന്നിവർ പങ്കെടുത്തു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി മാസം 18-ാം തീയതി തൃക്കൊടിയേറ്റോടുകൂടി ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന ഈ കുലവാഴ ഘോഷയാത്ര ഒരു ദേശത്തിൻ്റെ സമർപ്പണമാണ്. കടപ്പൂര് കരവാസികൾ അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഈ ഏറ്റുമാനൂർ തിരുവുത്സവത്തിലെ ആഘോഷ പരിപാടികൾ. കടപ്പൂര് കരവാസികൾ ഏറ്റുമാനൂരപ്പനെ ദേശാധിപനായി ആരാധിച്ചു വരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ സമാപനമായ ആറാട്ട് ഒരു കാലത്ത് നടന്നിരുന്നത് കടപ്പൂര് കരയിലായിരുന്നു. അതിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും അവിടെ കാണാം. ആറാട്ട് നടന്നിരുന്ന ചെങ്കൽക്കുളവും ഏറ്റുമാനൂരപ്പൻ്റെ സാന്നിധ്യമുള്ള കാരൂർ കൊട്ടാരവും ഒക്കെ ഇന്നും അതിൻ്റെ അവശേഷിപ്പുകൾ കടപ്പൂര് കരയിൽ കാണാം. i4 ന്യൂസ്, ഏറ്റുമാനൂർ.